ഏവർക്കും +1 എക്സാമിനേഷൻ സ്പെഷ്യൽ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ വർഷം +1 മാത്തമാറ്റിക്സ് എക്സാമിനേഷൻ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് വളരെ ഈസിയായി A+ അല്ലെങ്കിൽ ഫുൾ മാർക്ക് എങ്ങനെ സ്കോർ ചെയ്യാം എന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ ഇതുവരെ കാര്യമായി ഒന്നും പഠിക്കാത്ത ഒരു കുട്ടിക്ക് എങ്ങനെ മാത്തമാറ്റിക്സ് എക്സാമിനേഷന് മികച്ച സ്കോർ കണ്ടെത്താം എന്നും ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. തീർച്ചയായും എല്ലാ വിദ്യാർത്ഥികളും മോഡൽ എക്സാമിനേഷന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് എന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായും മോഡൽ എക്സാമിനേഷൻ ഒരു +1 വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. കാരണം ഹയർ സെക്കൻഡറി തലത്തിൽ ആദ്യമായി ഒരു പബ്ലിക് എക്സാമിനേഷൻ നിങ്ങൾ ഫേസ് ചെയ്യാൻ പോവുകയാണ്. അതിന് മുന്നോടിയായി നടക്കുന്ന ഈ മോഡൽ എക്സാമിനേഷന് വളരെ പ്രാധാന്യമുണ്ട്. നമുക്ക് ക്വസ്റ്റ്യന്റെ നിലവാരം മനസ്സിലാക്കാനും ഓരോ ചാപ്റ്ററിന്റെ വെയിറ്റേജ് മനസ്സിലാക്കാനും എല്ലാം ഈ ഒരു മോഡൽ എക്സാമിനേഷൻ വഴി സഹായിക്കും. അതോടൊപ്പം തന്നെ ലാംഗ്വേജസ് എഴുതുമ്പോൾ, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് സെക്കൻഡ് ലാംഗ്വേജ് പോലെയുള്ള എക്സാമിനേഷൻ സമയബന്ധിതമായി എഴുതി പൂർത്തീകരിക്കാൻ സാധിക്കുമോ എന്ന് സ്വയം ചെക്ക് ചെയ്യാനും ഈ മോഡൽ എക്സാമിനേഷൻ സഹായിക്കും. മറ്റുള്ള സബ്ജക്റ്റുകളും സമയപരിധിക്കുള്ളിൽ എഴുതി തീർക്കാൻ പറ്റുമോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു അവസരം കൂടെയാണ് മോഡൽ എക്സാമിനേഷൻ. വളരെ തിരക്കിട്ട ഒരു ഷെഡ്യൂളാണ് നിങ്ങളുടെ മോഡൽ എക്സാമിനേഷൻ എങ്കിലും തൽക്കാലം ചെറിയ രീതിയിലൊക്കെ ഉള്ള ചെറിയ ഗ്യാപ്പ് ഒക്കെ ഉണ്ട്. അത് വെച്ച് അഡ്ജസ്റ്റ്മെന്റിൽ കൂടെയൊക്കെ ഒന്ന് പഠിച്ച് പൂർത്തീകരിക്കുക. തീർച്ചയായും നമ്മുടെ സബ്ജക്ട് മാത്തമാറ്റിക്സിന് എങ്ങനെ ഫുൾ മാർക്ക് അല്ലെങ്കിൽ A+ ഈസിയായി നേടാം എന്നാണ് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. തീർച്ചയായും ഓൾറെഡി ഓരോ ചാപ്റ്ററിന്റെ വെയിറ്റേജ് എന്താണെന്ന് വിശദമായി ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൽ തന്നെ ക്വസ്റ്റ്യൻ പാറ്റേണും എല്ലാം വിശദമായി നിങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കാണുക. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. തീർച്ചയായും A+ അല്ലെങ്കിൽ ഫുൾ മാർക്ക് സ്കോർ ചെയ്യണം എന്നുള്ള കുട്ടികൾ ഓൾറെഡി പഠിച്ചു തുടങ്ങിക്കാണും. ഒരു റൗണ്ട് ഏകദേശമൊക്കെ പഠിച്ച് പൂർത്തിയായി കാണും. അങ്ങനെയുള്ള കുട്ടികൾക്ക് പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ ഉറപ്പിക്കാൻ വേണ്ടി നമ്മുടെ റിവിഷൻ ക്ലാസ് കണ്ടാൽ മതിയാകും. +1 മാത്തമാറ്റിക്സ് ടെക്സ്റ്റ് ബുക്കിൽ 16 ചാപ്റ്റർ ഉണ്ട്. അതിൽ 2 ചാപ്റ്റർ പൂർണ്ണമായി എക്സാമിനേഷൻ ഒഴിവാക്കിയിട്ടുണ്ട്. ബാക്കിയുള്ള ചില ചാപ്റ്റേഴ്സ് കുറച്ച് പോർഷൻസ് ഡിലീറ്റഡ് ആണ് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ. ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾക്ക് എക്സാമിനേഷന് ടെക്സ്റ്റ് ബുക്കിലെ 30% പോർഷൻസ് ഒഴിവാക്കിയിട്ടുണ്ട്, 30% ഒഴിവാക്കിയിട്ടുണ്ട്. വെറും 70% പഠിച്ചാൽ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാം. അതായത് ഒരു നേട്ടമാണ് ഇപ്പോഴത്തെ +1 വിദ്യാർത്ഥികൾക്ക് വന്നിരിക്കുന്നത്. സിലബസ് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. വളരെ കുറച്ച് പഠിച്ച് ഈസി ആയിട്ട് നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാം. സോ ഫുൾ മാർക്ക് പ്രതീക്ഷിക്കുന്ന കുട്ടികൾ സിലബസ് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കുക, എന്ത് പഠിക്കണം എന്ത് പഠിക്കണ്ട എന്ന്. അതും ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസിന്റെ ലിങ്ക് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകും. നിങ്ങൾക്ക് +1 മാത്തമാറ്റിക്സ് എക്സാമിനേഷന് ഫുൾ മാർക്ക് വേണ്ട, ഫുൾ മാർക്ക് മേടിക്കുവാൻ ആവശ്യമായ കംപ്ലീറ്റ് ഡാറ്റാസും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതാണ്. സോ ഫുൾ മാർക്ക് അല്ലെങ്കിൽ A+ പ്രതീക്ഷിക്കുന്ന കുട്ടികൾ ഒരുവിധം സിലബസ് ഭംഗിയായി പഠിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മുടെ റിവിഷൻ ക്ലാസ് കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. ഒരു ചാപ്റ്റർ മാക്സിമം 1.5 മണിക്കൂർ ഡ്യൂറേഷനിൽ അവസാനിപ്പിക്കുകയാണ്. ആ 1.5 മണിക്കൂർ കൊണ്ട് വീഡിയോസ് കണ്ട് ഒരു അരമണിക്കൂർ കൂടെ സമയമെടുത്താൽ നിങ്ങൾക്ക് പഠിച്ചു തീർക്കാൻ പറ്റും. അങ്ങനെ നമ്മുടെ ചാപ്റ്റേഴ്സ് ജസ്റ്റ് 20 അവേഴ്സ് കൊണ്ട്, വെറും 20 മണിക്കൂർ കൊണ്ട് കംപ്ലീറ്റ് പഠിച്ച് പൂർത്തീകരിക്കാൻ സാധിക്കുന്ന രീതിയിലാണ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. തീർച്ചയായും +1 മാത്സ് എക്സാം റിവിഷൻ ക്ലാസ്സസ് എന്ന ഫോൾഡറിലുള്ള ക്ലാസ്സസ് ഓരോ ചാപ്റ്റർ ബൈ ചാപ്റ്റർ ആയി കണ്ടാൽ ഈസി ആയിട്ട് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാം. അതുപോലെ ഇതുവരെ കാര്യമായി പഠിച്ചു തുടങ്ങാത്ത കുട്ടികൾ എന്ത് പഠിക്കണം, എവിടെ പഠിക്കണം, എങ്ങനെ തുടങ്ങണം എന്ന ആശയക്കുഴപ്പത്തിലായിരിക്കും. നിങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് 1 ക്വസ്റ്റ്യൻ ഷുവർ ക്വസ്റ്റ്യൻ എന്ന ഒരു എക്സാമിനേഷൻ സ്പെഷ്യൽ സീരീസ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. ഓരോ ചാപ്റ്ററിലെയും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 1-2 ക്വസ്റ്റ്യൻസ് ആണ് ആ വീഡിയോസിൽ ഡിസ്കസ് ചെയ്യുന്നത്. ജസ്റ്റ് 6 അവേഴ്സ് കൊണ്ട് നിങ്ങൾക്ക് +1 മാത്തമാറ്റിക്സ് ടെക്സ്റ്റ് ബുക്കിലെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് പഠിച്ചു തീർക്കാൻ സാധിക്കും. അതിന്റെ അടിസ്ഥാനത്തിൽ മിനിമം 40 മാർക്സ് 40 മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. 60-ൽ 40 മാർക്ക് വെറും 6 മണിക്കൂർ കൊണ്ട് പഠിച്ചു തീർക്കാൻ സാധിക്കും. അങ്ങനത്തെ ക്ലാസ്സുകളാണ് നമ്മൾ 1 ക്വസ്റ്റ്യൻ ഷുവർ ക്വസ്റ്റ്യൻ സീരീസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. തീർച്ചയായും ഇതുവരെ കാര്യമായി പഠിക്കാത്തവർ, കോൺഫിഡൻസ് ഇല്ലാത്തവർ ആദ്യം അത് പഠിക്കൂ. അതിനുശേഷം സമയമുണ്ടെങ്കിൽ മാത്രം റിവിഷൻ ക്ലാസ് കാണൂ. ഫുൾ മാർക്കാണ് ലക്ഷ്യമെങ്കിൽ മസ്റ്റ് ആയിട്ട് റിവിഷൻ ക്ലാസ് തന്നെ കാണേണ്ടതുണ്ട്. അതുപോലെ എക്സാമിനേഷൻ എഴുതുന്ന കുട്ടികൾക്ക് വേണ്ടി ഓരോ ചാപ്റ്ററിലെയും
മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സും അടങ്ങുന്ന PDF ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ. അതിന്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഒരു ചാപ്റ്റർ പഠിച്ച് പൂർത്തീകരിച്ചതിന് ശേഷം ആ PDF-ലെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യൂ. തീർച്ചയായിട്ടും ആത്മവിശ്വാസത്തോടു കൂടി മോഡൽ എക്സാമിനേഷനും അതിന്റെ അടിസ്ഥാനത്തിൽ പബ്ലിക് എക്സാമിനേഷൻ വളരെ കോൺഫിഡൻസോടുകൂടി നിങ്ങൾക്ക് എഴുതി ഫുൾ മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ സാധിക്കും. തീർച്ചയായും എക്സാമിനേഷൻ പഠിക്കുമ്പോൾ എവിടെ പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്നൊരു ആശയക്കുഴപ്പം ചിലർക്കെങ്കിലും കാണും. തീർച്ചയായും ഏറ്റവും അധികം വെയിറ്റേജ് ഉള്ളത് നമുക്ക് ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് എന്ന ചാപ്റ്റർ ആണ്. 9 മാർക്കാണ്. നിർഭാഗ്യവശാൽ പല കുട്ടികൾക്കും ഒരു പേടി സ്വപ്നമാണ് ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ്. തൽക്കാലം അതൊന്ന് മാറ്റിവെക്കാം, ഏറ്റവും ലാസ്റ്റിൽ പഠിച്ചാൽ മതി. മറ്റൊരു പ്രധാനപ്പെട്ട ചാപ്റ്റർ എന്ന് പറയുന്നത് പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ്. 7 മാർക്കുണ്ട്. ഒരു പോർഷൻ പോലും ഡിലീറ്റ് ചെയ്തിട്ടില്ല. അത് പഠിക്കാൻ സാധിക്കും. കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ബുദ്ധിമുട്ടാണെങ്കിൽ സെലക്ട് ചെയ്ത് പ്രോബ്ലംസ് പഠിക്കുക. തീർച്ചയായും ഒഴിവാക്കാൻ പാടില്ല. ചില കുട്ടികളെങ്കിലും ബുദ്ധിമുട്ടെന്ന് പറഞ്ഞ് പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് ഒഴിവാക്കാൻ ശ്രമിക്കും. ഒഴിവാക്കരുത്, തീർച്ചയായിട്ടും പഠിക്കേണ്ടതുണ്ട്. അതിനുശേഷം ടഫായിട്ടുള്ളതാണ് ഞാൻ ആദ്യം പറയുന്നത്, എന്നാൽ ഇമ്പോർട്ടന്റുമാണ്. ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ് ഇമ്പോർട്ടന്റ് ആണ്, ടഫുമാണ്. ലാസ്റ്റിൽ പഠിച്ചാൽ മതി. പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻസ് ലാസ്റ്റിൽ പഠിച്ചാൽ മതി. ഇനി നമുക്ക് വെയിറ്റേജ് ഉള്ള വളരെ ഈസി ആയിട്ടുള്ള 2 ചാപ്റ്റർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള 2 ചാപ്റ്റർ. ചാപ്റ്റർ നമ്പർ 1 സെറ്റ്സ്, അത് ആദ്യം പഠിക്കുക. അതായിരിക്കും നിങ്ങൾ ആദ്യം പഠിക്കുന്നത്. ഓൾറെഡി പഠിച്ചു കഴിഞ്ഞാണ്. 7 മാർക്ക് കിട്ടും. മസ്റ്റ് ആയിട്ട് പഠിക്കുക. ചാപ്റ്റർ നമ്പർ 2 റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ്, വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ്. 7 മാർക്ക്. അതുപോലെ തന്നെ പ്രോബബിലിറ്റി, വളരെ ഈസി ആയിട്ട് 7 മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്ന മറ്റൊരു ചാപ്റ്റർ. വളരെ കുറച്ച് പഠിച്ചാൽ മതി. പിന്നെ കുറച്ച് ചെറിയ ചാപ്റ്റേഴ്സ് ആണ്. സ്ട്രെയിറ്റ് ലൈൻസ് എന്ന് ചെറിയൊരു കൺഫ്യൂഷൻ ഒക്കെ കാണും. 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് അതിനകത്ത് ചോദിക്കുന്നത്. പിന്നെ നമ്മുടെ ഈസി ആയിട്ടുള്ള കുറച്ച് ചാപ്റ്റേഴ്സ്, കോംപ്ലക്സ് നമ്പർ, ഇൻട്രൊഡക്ഷൻ ടു 3 ഡയമെൻഷണൽ ജോമെട്രി, പിന്നെ അതുപോലെ എന്താണ് ഇൻട്രൊഡക്ഷൻ ടു 3 ഡയമെൻഷണൽ ജോമെട്രി വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ്. ജസ്റ്റ് 3 മാർക്ക് മാത്രമാണ് ആ ചാപ്റ്ററിൽ നിന്ന് എക്സാമിനേഷന് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ സീക്വൻസ് ആൻഡ് സീരീസ്, വലിയ ചാപ്റ്റർ ആണ്. പക്ഷെ ഈ വർഷം എല്ലാം ഒഴിവാക്കിയിട്ടുണ്ട്. ജസ്റ്റ് ജോമെട്രിക് പ്രോഗ്രഷൻ മാത്രം പഠിച്ചാൽ മതി. 4 മാർക്കാണ് ആ ചാപ്റ്ററിൽ നിന്ന് കിട്ടുന്നത്. അങ്ങനെ കുറച്ച് വെയിറ്റേജ് കുറഞ്ഞ ചെറിയ കുറെ ചാപ്റ്റേഴ്സ് ഉണ്ട്. അതൊക്കെ ആദ്യം പഠിക്കുക. അതെല്ലാം പഠിച്ച് പൂർത്തീകരിച്ചതിന് ശേഷം, ഒരുപാട് ലേറ്റ് ആകരുത്, അതിനുശേഷമാണ് നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ, ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് എന്ന ചാപ്റ്റർ പഠിക്കേണ്ടത്. തീർച്ചയായിട്ടും നിങ്ങൾ മസ്റ്റ് ആയിട്ട് പഠിക്കുന്ന ഒരു ചാപ്റ്റർ ആണ് സ്റ്റാറ്റിസ്റ്റിക്സ്. എനിക്കറിയാം, ഒരൊറ്റ ക്വസ്റ്റ്യനെ പരീക്ഷയ്ക്ക് ചോദിക്കത്തുള്ളൂ. അത് 6 മാർക്കിന്റെ എസ്എ ക്വസ്റ്റ്യൻ. സ്വാഭാവികമായിട്ടും എസ്എ ക്വസ്റ്റ്യൻ ഏതൊക്കെ ചാപ്റ്റർ എന്നൊരു കൺഫ്യൂഷൻ കാണും. കൺഫ്യൂഷന്റെ ഒന്നും ആവശ്യമില്ല. സ്റ്റാറ്റിസ്റ്റിക്സ് ഷുവർ എസ്എ ക്വസ്റ്റ്യൻ 6 മാർക്ക്. ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് 9 മാർക്കിന് ചോദിക്കും. അതിൽ 6 മാർക്ക് എസ്എ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അതുപോലെ ട്രിഗണോമെട്രി ഫംഗ്ഷൻസ്, കുറച്ച് ടഫായിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ്. നിർഭാഗ്യവശാൽ എസ്എ ക്വസ്റ്റ്യൻ വരുന്നത് എന്നുള്ളതാണ്. ട്രിഗണോമെട്രി ഫംഗ്ഷൻ 6 മാർക്കിനെ ചോദിക്കൂ. 6 മാർക്കും ഒരു എസ്എ ക്വസ്റ്റ്യൻ ആയിട്ട്. ഒരൊറ്റ ക്വസ്റ്റ്യൻ ആയിരിക്കത്തില്ല. 6 മാർക്കിൽ സബ് ക്വസ്റ്റ്യൻ ഒക്കെ കാണും. ഒരു 2 മാർക്കിന്റെ 3 ക്വസ്റ്റ്യൻ ആകാം, 3 മാർക്കിന്റെ 2 ക്വസ്റ്റ്യൻ ആകാം, ഒരു 2 മാർക്കിന്റെ ഒരു 4 മാർക്ക് ആകാം, അല്ലെങ്കിൽ ഒരു 1 വേർഡ്, ഒരു 2 മാർക്സ്, ഒരു 3 മാർക്സ്, അങ്ങനെയൊക്കെ സബ് ക്വസ്റ്റ്യൻസ് അടങ്ങുന്ന എസ്എ ക്വസ്റ്റ്യൻ ആയിട്ടാണ് സാധാരണ ചോദിക്കാറ്. സോ ട്രിഗണോമെട്രി ഫംഗ്ഷൻ എസ്എ ക്വസ്റ്റ്യൻ ചോദിക്കും. നെക്സ്റ്റ് എന്താണ്? സ്ട്രെയിറ്റ് ലൈൻസ്, അതിൽ നിന്നായിരിക്കും മറ്റൊരു എസ്എ ക്വസ്റ്റ്യൻ. സ്റ്റാറ്റിസ്റ്റിക്സ്, പിന്നെ എന്താണ്? ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ്. അങ്ങനെ 4 ക്വസ്റ്റ്യൻ ആണ് എസ്എ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നത്. അതിൽ നിങ്ങൾ ഏതെങ്കിലും 3 എണ്ണം ആൻസർ ചെയ്യേണ്ടതുണ്ട്. സോ ഈ പറഞ്ഞ എസ്എ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് പോയിട്ട് ബാക്കി 3 കുറച്ച് ടഫാണ്. കുറച്ച് പ്രാധാന്യം കൊടുത്ത് പഠിക്കുക. സമയം എടുത്ത് പഠിക്കുന്നതായിരിക്കും നല്ലത്. നമ്മുടെ റിവിഷൻ ക്ലാസ് കണ്ടാൽ മതിയാകും. ഈസി ആയിട്ട് നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. തീർച്ചയായിട്ടും എല്ലാവരും മോഡൽ എക്സാമിനേഷന് വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ്. തീർച്ചയായും നിങ്ങൾ പഠിച്ചത് ഫലപ്രദമായി എഴുതി പൂർത്തീകരിക്കാൻ സാധിക്കുമോ എന്ന് നിങ്ങൾക്ക് സ്വയം ബോധ്യപ്പെടാനുള്ള ഒരു അവസരമാണ്. അതിനുള്ള എല്ലാ ഭാവുകങ്ങളും നേരുന്നു. മികച്ച രീതിയിൽ നിങ്ങൾക്ക് മോഡൽ എക്സാമിനേഷൻ എഴുതി പബ്ലിക് എക്സാമിനേഷന് ഫുൾ മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ സാധിക്കട്ടെ. നിങ്ങൾക്ക് ആവശ്യമായ കംപ്ലീറ്റ് ഡേറ്റാസും അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട്. തീർച്ചയായും അത് കണ്ടുപഠിക്കുക. എല്ലാവിധ ആശംസകളും. നെക്സ്റ്റ് ഡേ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് ക്ലാസ്. ടിൽ ദെൻ, bye bye.